2024 ഫീനിക്സ് അവാർഡിന് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് ആണ്. കുറേ വീഡിയോസ് ഡിലീറ്റ് ആയിപ്പോയി, ഉള്ളത് വെച്ച് നമുക്ക് തൃപ്തിപ്പെടാം. ആൻഡ് ഫൈനലി ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനും എൻ്റെ ആക്സസറീസ് എടുക്കാനും വേണ്ടിയിട്ട് ഡെസ്റ്റിനേഷൻ അറൈവ്ഡ്. ഇതാണ് SKV ബ്യൂട്ടി ഹബ് എടപ്പഴിഞ്ഞിയിലുള്ളത്. എന്തൊരു കളക്ഷൻസ് ആണെന്നറിയോ, എല്ലാം എടുക്കണമെന്ന് തോന്നിപ്പോകുന്ന കളക്ഷൻസ് ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് റെൻറ്റിന് കിട്ടും എന്നുള്ളതാണ്. ഫോട്ടോഷൂട്ട് ആവട്ടെ, ഇല്ല കല്യാണത്തിനൊന്നും ആർഭാടം കാണിക്കേണ്ട, സ്വർണം വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ആൻറ്റി കളക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റിടങ്ങളിൽ കാണാൻ പറ്റില്ല എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അവർ യുണീക്കായിട്ടുള്ള കുറേ കളക്ഷൻസ് അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് കുറേ സാരി ഒന്ന് ഡ്രൈപ്പ് ചെയ്തിട്ട് നോക്കിയിട്ട് മാച്ചിങ് ആയിട്ടുള്ള കുറേ നോക്കി. ഹരീഷ്മയുടേതാണ്, ഹരീഷ്മയാണത്. അവിടെ നിന്ന് നേരെ ഞാൻ ഡി ആർട്ടിസ്ട്രിയിലേക്ക് വന്നു. ഡി ആർട്ടിസ്ട്രിയുടെ പുതിയ സ്റ്റുഡിയോ വഴുതക്കാടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ആകാശവാണിയിലേക്ക് പോകുന്നതിൻ്റെ ആ സൈഡിൽ. ഇതാണ് എൻ്റെ മുത്തുമണി താര, ഡി ആർട്ടിസ്ട്രിയുടെ എല്ലാം. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചതാണ്, എല്ലാം എവിടെയോ ഡിലീറ്റ് ആയി പോയതുകൊണ്ട് കുറേ വിഷ്വൽസ് ഇതിൽ പോയി കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒടിഞ്ഞ ഒരു നഖം മാത്രം സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര തിരിക്കുകയാണ്. എൻ്റെ കാറ് കിടക്കുന്നത്. ശരി, പിറ്റേ ദിവസം രാവിലെ 3:30 മണിക്ക് ഉറങ്ങാതെ നേരം വിളിച്ചു. വന്ദേ ഭാരതിലാണ് യാത്ര തിരിച്ചത്. അത്യാവശ്യം നല്ല തിരക്കാണ്. ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വന്ദേ ഭാരത് ടൈമിംഗ് തന്നെയാണ്. കൃത്യം 5 മണിക്ക് എത്തി. 5:15 വണ്ടി എടുക്കുമെന്ന് പറഞ്ഞു. വണ്ടി എടുത്തു. വണ്ടി മീൻസ് ട്രെയിൻ എടുത്തു. ഇതാണ് 2 പേര് എൻ്റെ കൂടെ വരുന്നത്. പ്രൊഡ്യൂസറും എഡിറ്ററാണ് ഗ്രീഷ്മ എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റേത് അമൃത ചേച്ചി. വിൻഡോ സീറ്റ് തന്നെ ഞാൻ എടുത്തു. എൻ്റെത് വിൻഡോ സീറ്റ് ആയിരുന്നില്ല. പക്ഷെ അവിടെ കണ്ട മറ്റൊരു കാഴ്ച വന്ദേ ഭാരതിനകത്ത് എലിപ്പെട്ടി എന്നുള്ളതാണ്. എലി ഉണ്ട്, സൂക്ഷിക്കണം എന്നർത്ഥം. പിന്നെ ഞാൻ കാല് താഴെ വെച്ചിട്ടില്ല, പേടിച്ചിട്ടേ. പിന്നെ പുറത്തുനിന്നാണ് ഇഡ്ഡലിയൊക്കെ മേടിച്ചത്. എന്നിട്ട് അതൊക്കെ കഴിച്ച് വയറൊക്കെ കേടാക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ കൃത്യം 8:45 അവിടെ എത്തി. എവിടെ പോയാലും നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സ്പോട്ട് കാണുമല്ലോ, ശരവണ ഭവൻ. നേരത്തെ പോയിട്ടൊന്നുമില്ല, പക്ഷേ വെജ് കഴിക്കാം എന്ന് വിചാരിച്ച് അവിടെ തന്നെ നമ്മൾ കയറി. നല്ല ഒന്നാന്തര പൊടിദോശ. എങ്ങനെയാണ് ഒരു പ്ലേറ്റ് ഞാൻ അകത്താക്കിയെന്ന് അറിയത്തില്ല. നല്ല വിശപ്പായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ പ്രത്യേകത അതാണ്. ബാക്കി വിഷ്വൽസൊക്കെ പോയേ. ഇതാണ് നമ്മുടെ വെന്യൂ, ഗ്രാൻഡ് സ്ക്വയർ. അടിപൊളി വെന്യൂ. എന്തൊരു ഏരിയ എന്നറിയോ, മൊത്തം പച്ചപ്പ്, ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാണാനും കുറേ റീലെടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഒന്നും നടന്നില്ല. ഹരിബറി ആകുമ്പോൾ ഒന്നും നടക്കത്തില്ല. കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മോളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ശരി. ഒറ്റയ്ക്കുള്ള ഓട്ടോ ആയതുകൊണ്ട് ഇവരൊക്കെ സ്റ്റേജിലാണല്ലോ, അതുകൊണ്ടൊരു ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലോ ഒന്നും പോസിബിൾ ആയിരുന്നില്ല. ഞാൻ ഈ തന്നെത്താനെ കാണിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി എൻ്റെ മമ്മൂക്കയും ഞാനും കൂടെ സ്റ്റേജിലുള്ള ഫോട്ടോസ്. അങ്ങനെ ഫൈനലി പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല, ടയേർഡായിരുന്നു, ഹീൽസ് കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ. വിന്നേഴ്സിന് ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. പറയാതിരിക്കാൻ വയ്യ, സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആയിരുന്നു അവിടെ നടന്ന എല്ലാം. ഇത് IAS-കാരിയാണ്. സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അവസ്ഥയിലും ഗംഭീരമായിട്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ചവൾ. പുറകിൽ നിൽക്കുന്ന ആൾ നൂർ ജലീല. കൈകാലുകളില്ലെങ്കിലും അവൾ നമ്മളെ അമ്പരപ്പിച്ചു എന്നാണ് സത്യം. സ്റ്റോറി പിന്നെ പറയാം. ഇത് മാസ്റ്റർ യാസിൻ. അവന് ഇതുപോലെയാണ്, ചെറിയ കുറവുകളെന്ന് നമുക്ക് തോന്നുന്നതാണ്, പക്ഷെ എല്ലാം കൂടുതലുകളാണ്. അവരൊക്കെ സോ ബ്ലെസ്ഡ് ആണ്. ആക്ച്വലി കുറവുകൾ നമുക്കാണെന്ന് തോന്നിപ്പിക്കുന്ന മൊമെന്റ്സിലൂടെ കടന്നുപോയി. ഫീനിക്സ് അവാർഡ് 2024 ഒരു അധ്യായം കൂടി കഴിയുമ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളും വീഡിയോസുമായിട്ട് ഞാനെത്തും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.